സഹോദരന്മാരെ, ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. വളരെ കൂടുതലായിട്ടുള്ള ഒരു പ്രസംഗത്തിനും ഞാൻ നിൽക്കുന്നില്ല. നമ്മളിവിടെ ഒരുമിച്ച് കൂടുന്നത് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പാലക്കാട് കുറെ ആളുകളോടൊപ്പം ഒരുമിച്ച് എന്തായാലും ഓണത്തിന് ഭക്ഷണം കഴിക്കാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഓണത്തിന് അല്ലെങ്കിൽ തിരുവോണത്തിന് ഇപ്പൊ ഇവിടെ വന്ന ആളുകൾക്ക്, നമുക്ക് എല്ലാ ആളുകൾക്കും ഇതുപോലെ കിറ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടായി എന്ന് വരില്ല. എന്നാൽ ഇവിടെ വന്ന മുഴുവൻ ആളുകളും നിങ്ങളുടെ തിരുവോണ ദിവസം നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ട് എന്നുള്ള ഒരു ഓർമ്മയ്ക്കായിട്ടാണ്, അല്ലെങ്കിൽ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ചെറിയ പരിപാടി, വലിയൊരു പരിപാടിയല്ല. കാരണം 600ഓളം ആളുകൾക്ക് മാത്രമാണ് നമുക്ക് ഇത് കൊടുക്കാൻ സാധിക്കുന്നത്. അതിന് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമായിട്ട് കരുതി നമ്മളിവിടെ ഒരുമിച്ച് ചേരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എനിക്കെപ്പോഴും എല്ലാ ഓണവും കുട്ടികൾ പറയും, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ പറയും, ഓണം നമുക്ക് ഗംഭീരമാക്കണം. അപ്പൊ അത്തം, ചിത്തിര, ചോതി, അതായത് അത്തം കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ട് എനിക്ക് ദുഃഖമാണ് വരാറ്. കാരണം ചോതി ദിവസമാണ് എൻ്റെ അച്ഛൻ മരണപ്പെട്ടത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് ഒരുപക്ഷെ ആശുപത്രിയിൽ പോയി എൻ്റെ അച്ഛനെ കാണാൻ പോലും, ബസ്സിന് ടിക്കറ്റ് എടുക്കാൻ പോലും പൈസ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു 15-20 ദിവസത്തോളം ജീവിതത്തിൽ, അതായത് ആ 8ാം ക്ലാസ് വരെ ഉള്ള സമയത്ത് ഞാൻ എൻ്റെ അച്ഛനെ ആകെ കാണാതിരുന്നിട്ടുള്ള ദിവസങ്ങൾ പൈസയുടെ കുറവുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അച്ഛന്റെ മകളായിട്ട് ഞാൻ ജനിച്ചപ്പോൾ എൻ്റെ മനസ്സിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത്, എനിക്ക് പണക്കാരായിട്ടുള്ള ആളുകളെയൊക്കെ നമുക്ക് താല്പര്യവും സ്നേഹവും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാൽ കേരള രാഷ്ട്രീയത്തിൽ ഞാൻ ഓരോ സ്റ്റെപ്പും വെക്കുന്ന സമയത്ത് എന്നെ ഉയർത്തുന്നത് പ്രത്യേകം ചില പണക്കാരല്ല, എന്നെ ഉയർത്തുന്നത് ഇതുപോലെയുള്ള അമ്മമാരും സഹോദരിമാരും ഉൾപ്പെടെയുള്ള സാധാരണപ്പെട്ട ജനങ്ങളാണ്. ഏറ്റവും പാവപ്പെട്ട മനുഷ്യർ തിങ്ങിപ്പറക്കുന്ന കേരളത്തിലെ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ, ഞാൻ പറയുകയാണ് എൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് അനുഭവം, അവിടെ മത്സ്യം പിടിക്കാൻ പോകുന്നവരെ, മത്സ്യം വിൽപ്പന നടത്താൻ പോകുന്നവരെ, ചെറിയ ചെറിയ ആളുകൾ എന്ന് നമ്മൾ സമൂഹത്തിൽ വിചാരിക്കുന്നവര് ആ പാർലമെന്റിനെ തന്നെ കിടുകിട നമ്മുടെ എതിർ ആളുകളെ വിറപ്പിക്കാൻ സാധിച്ചു. ഇവിടെ വന്നവര് BJP-കാര് മാത്രമല്ല, അല്ലല്ലോ, ആലപ്പുഴയിലാണെങ്കിലും എവിടെയാണെങ്കിലും എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഞാൻ ഒരു പൊതുപ്രവർത്തകയായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് മനുഷ്യർ എന്നെയും എൻ്റെ ഈ ഇരിക്കുന്ന കൂട്ടുകാരെയും ഒക്കെ ആളുകൾ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. അപ്പോ ഇത് ഒരു പിടി ഭക്ഷണം നിങ്ങളോടൊപ്പം കഴിക്കണം എന്ന്, നിങ്ങളോടൊപ്പം എന്നുള്ളതല്ല, കേരളത്തോടൊപ്പം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പരിണിത ഫലമായിട്ട് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ പറ്റുമോ എന്ന് ഇവിടത്തെ പ്രമിള ചേച്ചിയോടും മിലനോടും കവിതയോടും ഒക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു, തീർച്ചയായിട്ടും നമ്മൾ അത് അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നല്ല ഒരു കാര്യമായിട്ട് നമ്മളിവിടെ എല്ലാവരും ഒരുമിച്ച് കൂടുകയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. കാരണം പ്രത്യേകം എന്നോട് എൻ്റെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ട്, ഇത് സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്, ഫ്ലാഷ് ബാക്ക് പറഞ്ഞ് വന്നിരിക്കുന്ന ആളുകളെ കരയിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ കാലത്തിലെ ചെറുപ്പത്തിലെ ദാരിദ്ര്യത്തെക്കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങൾ, ദുഃഖകരമായ കാര്യങ്ങളൊന്നും വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാൻ സാധിക്കും, എൻ്റെ എപ്പോഴുമുള്ള ചിന്ത, എൻ്റെ കൂട്ടത്തിലുള്ളവരുടെ മുഴുവൻ ആഗ്രഹം എന്ന് പറയുന്നത്, ഒരാൾ പോലും കരയാത്ത, ഒരു കുട്ടിക്ക് പോലും നന്നായി പഠിക്കണമെന്ന് മാർക്ക് കിട്ടിയതിന് ശേഷം പൈസ ഇല്ലാത്തത് കൊണ്ട് പഠിക്കാൻ സാധിക്കാതെ ഒരു കുട്ടി പോലും കേരളത്തിൽ ഉണ്ടാകരുത്. അതിന് ഭരണകക്ഷിയും പ്രതിപക്ഷവും അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന ജയിക്കാൻ സാധിക്കാത്ത എല്ലാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച മുഴുവൻ ആളുകളും എല്ലാവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് എടുക്കേണ്ട ഒരു പ്രതിജ്ഞ എന്ന് പറയുന്നത്, കൂടുതൽ പാവപ്പെട്ടവർ ഉണ്ടാകട്ടെ എന്നുള്ളതല്ല, പാവപ്പെട്ടവർ ഇല്ലാതിരിക്കുന്ന ഒരു കേരളത്തെയാണ് മഹാബലി തമ്പുരാന്റെ പേരിൽ നമ്മൾ ഓരോരുത്തരും സ്വപ്നം കാണുന്നത്. അപ്പൊ അതിന് നമ്മുടെ പാലക്കാട് നിന്ന്
നിന്ന് ഒരുപാട് കുട്ടികൾ തയ്യാറാവട്ടെ എന്ന് ഞാൻ പറയുകയാണ്. ഞാൻ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയിട്ടുള്ള മുഴുവൻ കുട്ടികളും, നേരത്തെ മിലൻ പറഞ്ഞതുപോലെ ഡോക്ടറായ ആളുണ്ട്, എഞ്ചിനീയർ ആയിട്ടുള്ള ആളുണ്ട്. ഇവരോടൊക്കെ ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുള്ളത്, ഇങ്ങനെയുള്ള പരിപാടികൾ നിങ്ങളുടെ അമ്മയായിട്ടുള്ള ഞാൻ നടത്തുമ്പോൾ ഞാൻ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് പണം പിരിക്കില്ല. ആരാ പണം തരേണ്ടത്? പണം തരേണ്ടത് എന്നെ ശോഭമ്മ എന്ന് വിളിക്കുന്ന എന്റെ മക്കളായിട്ടുള്ള നിങ്ങൾ എനിക്ക് പൈസ തരണം എന്ന് പറഞ്ഞ് 1 രൂപ പോലും നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്നും കളക്ട് ചെയ്തിട്ടില്ല. എന്റെ ഡോക്ടർമാരായ കുട്ടികളും അതുപോലെ തന്നെ എഞ്ചിനീയർമാരായിട്ടുള്ള നമ്മുടെ മക്കളും, ഞാൻ അവരെ ഒന്നും എവിടെയും പ്രദർശിപ്പിക്കുന്നില്ല. പക്ഷെ അവരുടെ സാലറി കിട്ടിയതിൽ നിന്നുള്ള ഒരു വിഹിതം എടുത്തുകൊണ്ടാണ് ഇന്നത്തെ ഈ പരിപാടി ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത് നമ്മളെല്ലാവരും ചേർന്ന് ഓണമായിട്ട് ആഘോഷിക്കും. നിങ്ങളും ഞാനും ഇതേ അരി തന്നെയാണ് ഓണത്തിന്റെ ദിവസം വെക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഞാൻ ഇവിടുന്ന് അരി മാത്രം കൊണ്ടുപോകും. എന്തിനാണെന്നറിയുമോ? ആ അരി ആയിരിക്കും എന്റെ ഓണത്തിന്റെ ആ തൂഷനിലയിൽ വിളമ്പുന്ന ചോറ്. അത് നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിന്റെ ഒരു ദിവസമായിട്ട് ഓണം മാറട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, വലിയ വലിയ ആളുകൾ ഈ പാലക്കാട് നിന്ന് എല്ലാ മേഖലയിലുമുണ്ട്. അവരുടെ ഹൃദയത്തിൽ സാധാരണക്കാരുള്ള സ്നേഹവും അനുകമ്പയും വർദ്ധിച്ച് പാലക്കാടിനെ ഉത്തരോത്തരം ഉയർത്താൻ, നമ്മുടെ കുട്ടികളെ വളർത്താൻ അവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകളെ ആദരിക്കൽ ചടങ്ങാണ്. ആ ഒരു ലിസ്റ്റ് വായിക്കുന്നതിന് വേണ്ടി ശ്രീ മതി കവിതാ മേനോൻ ക്ഷണിച്ചു പോകുന്നു. ശ്രീ അരുൺ ആലത്തൂർ, സീനിയർ റിപ്പോർട്ടർ, ജനം TV. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സാ പിഴവ് മൂലം 9 വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയത് ഏറ്റവും ഒടുവിൽ പുറത്തുകൊടുത്തു. കൊണ്ടുവന്ന പ്രധാന വാർത്ത, ഒപ്പം നഗരസഭാ കൗൺസിലർ പട്ടികജാതി യുവതിയെ പീഡിപ്പിച്ചത് മലമ്പുഴ ഡാമിനോട് ചേർന്ന് മാലിന്യ സംസ്കരണ പ്ലാന്റ് ആരംഭിക്കാനുള്ള സർക്കാർ നീക്കം, നെൽ കർഷകരോടുള്ള സംസ്ഥാന സർക്കാർ വിവേചനം എന്നിവയിലേക്ക് നിർണായക എക്സ്ക്ലൂസീവ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് ശ്രീ അരുൺ ആലത്തൂർ. ശ്രീ അരുൺ ആലത്തൂർക്ക് സ്വാഗതം. നന്ദി ശ്രീ അരുൺ ആലത്തൂർ. ഉണ്ണി വരവൻ, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഉയർ എന്ന സിനിമയ്ക്ക് നിമിത്തമായ ഉണ്ണി വരത്തിന് സ്നേഹാദരം അല്പം കൂടുതൽ ഇഷ്ടത്തോടെ അല്പം കൂടുതൽ ഇമ്പാക്ടോടെ റേറ്റിംഗ് സ്നേഹാദരം. സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഉയർ നിമിത്തമായ ഉണ്ണിവരത്തിന് ആദരപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. നന്ദി ശ്രീ ഉണ്ണി. അപ്പുക്കുട്ടനാചാര്യൻ, ക്ഷേത്രകലാശില്പ നിർമ്മാണ ആചാര്യൻ. കരകൗശല വസ്തുക്കൾ, ഇന്ത്യയിലെ പ്രധാന ക്ഷേത്രങ്ങൾക്കുള്ള ശില്പങ്ങളും ലോഹ അലങ്കാര വസ്തുക്കളുടെയും നിർമ്മാണം. മഹാസഹസ്രലിംഗം എന്ന 1000 ശിവലിംഗങ്ങളെ സൃഷ്ടിച്ചതും പാലാഴി മദനത്തിന്റെ മാതൃകയിൽ നിർമ്മിച്ച 1500 കിലോ ഭാരം വരുന്ന വലിയ വിളക്ക് അദ്ദേഹത്തിന്റെ സൃഷ്ടികളിലൊന്നാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. കാണല്ലോ
നന്ദി അപ്പുക്കുട്ടനാചാര്യൻ. സിജ PS, ജന്മനിധി പാലക്കാട് ബ്യൂറോ ചീഫ്. കഴിഞ്ഞ 18 വർഷമായി ജന്മഭൂമിയിൽ ജോലി ചെയ്യുന്നു. നിരവധി ഹ്യൂമർ ഇൻവെസ്റ്റിംഗ് വാർത്തകൾ ചെയ്തതോടൊപ്പം അവർക്ക് സഹായം എത്തിക്കാൻ കഴിഞ്ഞു. അട്ടപ്പാടിയിലെ താളം തെറ്റിയ മനസ്സുകൾ, ഒരു ഔരാക ഒന്നടങ്കം മതം മാറി, വാളയാർ സഹോദരിമാരുടെ കേസിൽ സർക്കാരിനെതിരെയുള്ള പോലീസിനെതിരെയുള്ള നിർണായക വിവരങ്ങൾ പുറത്തുകൊണ്ടുവന്നു. അടുത്തിടെ ഫയർഫോഴ്സിൽ 10 ജീവനക്കാരുടെ തടസ്സം വെച്ച ആനുകൂല്യങ്ങളും സ്ഥാനക്കയറ്റവും സംബന്ധിച്ച വാർത്തയിൽ അവർക്ക് അനുകൂല ഉത്തരവും ഉണ്ടായി. ഇത്തരത്തിൽ നിരവധി വാർത്തകൾ ജന്മഭൂമിയുടെ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. പാലക്കാട് പ്രസ് ക്ലബ് വൈസ് പ്രസിഡന്റാണ്. നിരവധി പുരസ്കാരങ്ങളും ആദരങ്ങളും ലഭിച്ചിട്ടുണ്ട്. ശ്രീ സിജ PS നന്ദി. സുദിന ചന്ദ്രൻ 2026 MA മലയാളം പരീക്ഷയിൽ 2ാം റാങ്ക് നേടിയ വിദ്യാർത്ഥി. സെൻട്രൽ യൂണിവേഴ്സിറ്റി കാസർഗോഡ് കരസ്ഥമാക്കി. സുദിന ചന്ദ്രന് നല്ലൊരു കയ്യോടികളുടെ ആദരം. മുന്നോട്ടുള്ള ഭാവികൾക്ക് ആശംസകൾ. നന്ദി സുദിന. അടുത്തതായി ആ ഡോറിലൂടെ ടോക്കൺ ഓരോരുത്തരായി നൽകി. വേണ്ട, ആ ഡോറിലൂടെ ഓരോരുത്തരായി എല്ലാവരും എഴുന്നേൽക്കണ്ട, എല്ലാവരും എഴുന്നേൽക്കണ്ട, പെട്ടെന്ന് എഴുതിച്ച ബ്ലോക്ക് ആവും. ഓരോരുത്തരും അവിടെ ടോക്കൺ റിസീവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ വഴിയിലൂടെ വരണം. ഈ സ്റ്റേജിന്റെ അതിലെയല്ല, സ്റ്റേജിന്റെ അതിലെയല്ല. ആ എല്ലാവരും ഒരു മിനിറ്റ് ലൈനായി നിൽക്കുക, തിരക്ക് കൂടണ്ട. പാസ്സുള്ള ആളുകൾ മാത്രമാണ് അതിലേക്ക് പോണത്. പാസ്സുള്ള ആളുകൾ മാത്രം അതിലൂടെ വന്ന് കൂപ്പൺ കൊടുത്ത് വാങ്ങുക. അതുകൊണ്ട് ദയവ് ചെയ്ത് എല്ലാവരും ഒരുമിച്ച് കയറരുത്, ഓരോരുത്തരായി സമാധാനത്തോടെ പോകും. അതെ, നിൽക്കുന്നവരൊക്കെ ഇരുന്നോളൂ, ഓരോരുത്തരായിട്ട് ഉള്ളിൽ പ്രവേശനമുള്ളൂ. അതുകൊണ്ടാണ് പ്രവേശനമുള്ളൂ സ്റ്റേജിലേക്ക്. ആ ടോക്കൺ ഒരാൾക്ക് ഒരു ടോക്കണാണ്. ടോക്കൺ ഇവിടെ വാങ്ങിക്കുന്നുണ്ട്, അത് കൊടുത്താൽ മാത്രമേ ഇവിടെ കിട്ടുള്ളൂ കേട്ടോ. ഈ വഴിയിൽ പോയിട്ട് എണ്ണ വാങ്ങിച്ചോളൂ.
ഭാവിയുടെ ഈ കവാടത്തിന് മുൻവശത്ത് കൂടി നിൽക്കുന്ന ആളുകൾ മാറി തരണം. ഇവിടെ കിറ്റ് വാങ്ങിയിട്ടുള്ള ആളുകൾക്ക് പുറത്തേക്ക് പോകാനുള്ള വഴി ഒരുക്കണം. കിറ്റ് വാങ്ങിയ ആളുകൾക്ക് ഇവിടെ പോകാവുന്നതാണ്. ആ മെയിൻ ഗേറ്റിന് മുൻവശത്തുള്ള വഴിയൊന്നും ഒഴിവാക്കി കൊടുക്കണം.
കൊടുത്താൽ മാത്രമേ സാധനം കിട്ടുള്ളൂ. റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ട്. എണ്ണയില്ല, എണ്ണ വാങ്ങിക്കാതെ കുറെ പേര് പോയിട്ടുണ്ട്. ഈ കിറ്റില് എണ്ണയില്ല, എണ്ണ ഈ വഴിക്ക് വന്നാലേ കിട്ടുള്ളൂ. അതാണ് സംവിധാനം ചെയ്തു വെച്ചിരിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. ഓരോരുത്തരായിട്ട് ആ വഴിക്ക് വരെ ടോക്കൺ കൊടുക്കണം. ഈ ടോക്കണ് കൂടെ വന്ന ടോക്കണുള്ള ഒരാൾ മാത്രം അകത്തേക്ക് പോവാ. ഒരാളുടെ കൂടെ കൂട്ടിന് വന്ന ആൾ കൂടെ അകത്ത് പോകരുത്. കിറ്റ് വാങ്ങാൻ വരുന്ന ഒരാൾ മാത്രം ഉള്ളിൽ പോവാ. കിറ്റ് വാങ്ങുമ്പോൾ ഒരാളെ വരാവും. കൂടെയുള്ള രണ്ടുപേരെ അതിൻ്റെ ഉള്ളിലേക്ക് വരരുത്. ഒരാളെ വിട്ടാൽ മതി. ടോക്കണുള്ള ഒരാൾ മാത്രം. അവരുടെ കൂട്ടിന് വന്നവര് കസേരയിൽ ഇരിക്കുക. അവരകത്ത് കയറി പോകരുത്. ഇവിടെ അത് തെറ്റുന്നുണ്ട്. വാങ്ങിയവർ ദയവ് ചെയ്ത് ഒന്ന് വേഗം നീങ്ങി തരണം. കുറെ അധികം ആളുകൾക്ക് കൊടുക്കാനുള്ളതാണ്. പിന്നീട് സംസാരിക്കാം. വാങ്ങിയവർ ദയവ് ചെയ്ത് ഒന്ന് നീങ്ങും. പെട്ടെന്നൊന്ന് നീങ്ങും. വാങ്ങിയവർ പെട്ടെന്നൊന്ന് നീങ്ങും. ടോക്കൺ വാങ്ങിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ടോക്കൺ വാങ്ങിയത് കീറണം കേട്ടോ. റിപ്പീറ്റ് വരുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. ഒരു ടോക്കണില് 2 പേര് വരുന്നുണ്ടെങ്കിൽ അതിവിടെ അറിയിക്കും വേണം. ടോക്കൺ റിസീവ് ചെയ്യുന്നത് കീറണം. ടോക്കൺ മേടിച്ചിട്ട് കീറണം, കയ്യോടെ കീറൂ. ടോക്കൺ കയ്യിലുള്ള എല്ലാവർക്കും കിറ്റ് കിട്ടുന്നതായിരിക്കും. ആരും പതറുന്ന ഭയങ്കര ക്രൗഡായിട്ട് തള്ളിയത് ഒന്നും നടക്കില്ല. ഓരോരുത്തരും പോകണമെങ്കിൽ ഫാസ്റ്റായിട്ട് പോകും. ടോക്കൺ വാങ്ങിയവരും സംസാരിച്ച് അധികം നേരം നിൽക്കരുത്. പെട്ടെന്നൊന്ന് മാറി തന്നാൽ.
താഴെ ചെറിയൊരു താഴ്ചയുണ്ട്, വീഴാതെ ശ്രദ്ധിക്കണേ ചേച്ചിമാരെ.